ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആശംസകൾ നേരുവാനായിട്ട് ഈ ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളാണ് ഇവർക്ക് കരുത്തായിട്ട് മാറേണ്ടത്. കുടുംബജീവിതം വിജയിക്കുക ഇപ്പോഴും സമ്പത്ത് കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ ആരും കരുതുന്നില്ല. 3 ചിന്തകൾ മാത്രം നമ്മുടെ മനസ്സിൽ കരുതുക: പ്രാർത്ഥന, വിട്ടുവീഴ്ച മനോഭാവം, തുറന്ന മനസ്സ്. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കുടുംബജീവിതം വിജയപ്രദമാകും. അവിടെ തമ്പുരാനെയാണ് മുറുകെ പിടിക്കേണ്ടത്. ഇതിന് മുൻകൂടിയേക്ക് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട്, മാതൃകാ കുടുംബമായി രൂപപ്പെടുവാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരായിരിക്കും നല്ലവരുടെ പേരിൽ പ്രാർത്ഥിക്കുന്നു, ആശംസകൾ നേരുന്നു. ഭക്തിപൂർവ്വം നമുക്ക് ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. 2 പേരുടെ ഭാഗത്തുനിന്നൊരു സാക്ഷികൾ, ഇതിൻ്റെ ഭാഗത്തുനിന്നൊരു സാക്ഷി, ബോഡിയുടെ ഭാഗത്തുനിന്നൊരു സാക്ഷി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിവാഹ ഉടമ്പടിയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് മാറി മാറി ഓരോരുത്തർ പേര് വിളിക്കുന്നതനുസരിച്ച് മറുപടി പറയുക. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ബോഡിയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ബോഡിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജിതിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നതോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. വലതുകരം പരസ്പരം ചേർത്ത് പിടിക്കുക. അച്ഛൻ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധജലം കളിക്കുന്നത് വരെ വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച് കർത്താവിനെ വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ കാര്യം ദയാപൂർവം ആശ്രയപ്പെടുന്നു. ഐക്യത്തിന്റെ പ്രതീകമായ ഈ കാര്യം അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരം വെച്ചിട്ട് പ്രധാനമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശ്ചര്യപ്പെടുത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്തിന് മനുഷ്യവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ
അങ്ങയുടെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.